ഞാൻ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കൊരു പനിയായിരുന്നു. ആ പനി വന്ന് എൻ്റെ മുടി മുഴുവൻ അങ്ങ് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വലിയ മുടിയില്ലായിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോഴേ എൻ്റെ ഏറ്റവും അറിവുള്ള ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇന്ന ഐറ്റംസ് ചേർത്ത് എണ്ണ കാച്ചി തേക്കാം. ഞാനൊരു ചെറുതായിട്ട് ആദ്യം ഒരു സ്വല്പം ഇട്ട് കാച്ചി നോക്കിയപ്പോൾ എനിക്കത് വളരെ പ്രയോജനപ്പെട്ടു. അപ്പം ഞാൻ എൻ്റെ കറ്റാർ വാഴപ്പുള നടത്തി. ഇനി പനിക്കൂർക്ക ഇലയുണ്ട്, പനിക്കൂർക്കയുടെ ഇല ഞാൻ എടുത്തു. പിന്നെ ബാക്കിയെല്ലാം ഞാൻ പുറകെ കാണിക്കാം. എൻ്റെ കയ്യോന്നിയാണ്, അങ്ങോട്ട് കയ്യോന്നി എനിക്കുണ്ട്, കാണിച്ചിട്ട് വന്നേ. ഇവിടം വരെ ഞാൻ നട്ടു വച്ചിരിക്കുകയാണ്. അപ്പം കയ്യോന്നിയുടെ ഇലയും പറിക്കട്ടെ, പിന്നെ ഐറ്റംസൊക്കെ പറയാം. കറ്റാർ വാഴപ്പോള, തുളസിയില, ചെമ്പരത്തി ഇതെന്താണ് തെറ്റിപ്പൂവ്, പനിക്കൂർക്ക, കറിവേപ്പില, ചെമ്പരത്തി, ഇത് കയ്യോന്നില. ഇതെല്ലാം എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ചെയ്ത് ഇതിനോടൊപ്പം കുരുമുളക് ഇടണം, 2-3 അതിലൂടെ ഉള്ളി നമ്മൾ നന്നായിട്ട് ഇച്ചിരി അരിഞ്ഞിടണം. ഈ പനിക്കൂർക്ക നമ്മുടെ കഫം പോകാൻ വേണ്ട നല്ലതാണ്. അപ്പോൾ പനിക്കൂർക്ക നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് മിക്സിയിലോട്ട് നന്നായി വെള്ളം പെരളാൽ അരച്ചെടുത്തിട്ട് തുണി വെച്ച് പിഴിഞ്ഞ് ഞാനിങ്ങെടുക്കും. എടുത്തിട്ട് ഞാനത് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ലിക്വിഡ് ഇട്ടിളക്കി നന്നായി പറ്റിച്ച് എടുക്കും. എന്നിട്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ഇത് നല്ലതാണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് ഒരാഴ്ച ഞാൻ ടെസ്റ്റ് ചെയ്ത ശേഷമാണ് ഞാനിത് ഉണ്ടാക്കാൻ ഒരുങ്ങുന്നത്. മുടി വളരാനും മുടി കൊഴിച്ചിലിനും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. താങ്ക് യു. അപ്പം ഞാനിത് എല്ലാം ഒന്ന് അരച്ച് എടുത്ത് അരിക്കട്ടെ, അത് നിങ്ങളെ കാണിക്കാം. എന്നിട്ട് നമ്മൾ ഈ കറ്റാർ വാഴപ്പോളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് നല്ല വെള്ളമയം നമുക്ക് കിട്ടും അരയാൻ. അപ്പം നന്നായി ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിലായിട്ട് ഒഴിച്ച് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ഇട്ട് വറ്റിച്ചെടുക്കാം. ഞാൻ പക്ഷേ ഇത് അരിച്ചെടുത്ത് ഇതിൻ്റെ നീരാണ് വെളിച്ചെണ്ണയിലോട്ട് ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. അതൊന്ന് ചൂടായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതൊക്കെ അങ്ങോട്ട് ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നു. അപ്പം ഞാൻ ആ കുരുമുളകും ചുവന്നുള്ളിയും കൂടെ ആദ്യം ഇതിലേക്ക് ഇടുകയാണ്. അതിനകത്ത് നമ്മളിപ്പോൾ പിഴിഞ്ഞെടുക്കുകയായിരുന്നു നീരെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതാ ആ നീര് ഇതിലേക്ക് ഒഴിക്കും. അല്ലെങ്കിൽ നമ്മളത് ഒത്തിരി സമയം കൂടെ എടുക്കേണ്ടി വരും. മറ്റേ എല്ലാം കൂടെ കരിഞ്ഞ് വെന്ത ഉണ്ട്. ഇത് നമ്മൾ ഞാൻ ഇളക്കിക്കൊണ്ട് ഇടുകയാണ്. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. എൻ്റെ എണ്ണ മൂപ്പിച്ച് ഞാൻ എടുത്തു. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കണം. സത്യമായ കാര്യമാണ്. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇതിന് ഒരുങ്ങിയത്. താങ്ക് യു.